ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ചന്ദ്രയാനുള്ള 16th ചാപ്റ്ററിന്റെ കഥ കേൾക്കാം. ചന്ദ്രയാൻ സംഭാഷണമാണ് കേട്ടോ ഇത്, ടീച്ചറുടെയും കുട്ടികളുടെയും. പാഠ് 16 ചന്ദ്രയാൻ സംവാദ് സംഭാഷണ രൂപത്തിലുള്ള ഒരു കഥയാണിത് അല്ലേ. സുനേ കഹാനി, നമുക്ക് കഥ കേൾക്കാം. ഡയലോഗിൻ്റെ രൂപത്തിലാണ് ഈ കഥ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ. सुने कहानी। कक्षा में अध्यापिका का आगमन और सभी बच्चों का अभिवादन. ക്ലാസ്സിലെ ആരാണ് പ്രവേശിക്കുന്നത്? അധ്യാപികയുടെ പ്രവേശനം അല്ലേ. ക്ലാസ്സിലേക്ക് വരികയാണ്. എല്ലാ കുട്ടികളും ടീച്ചറെ അഭിവാദനം ചെയ്യാണ്. എന്ത് പറയും? നമസ്കാരം പറയും അല്ലേ. ഗുഡ് മോർണിംഗ് എന്നോ അല്ലെങ്കിൽ നമസ്തേ അങ്ങനെ എന്തെങ്കിലും അഭിസംബോധന ചെയ്യൂ അല്ലേ. സബി വിദ്യാർത്ഥി സുപ്രഭാത് അധ്യാപികാജി. എല്ലാ കുട്ടികളും കൂടി ഒരുമിച്ച് പറയാണ്. എന്താ പറയുന്നത്? സുപ്രഭാത് ടീച്ചർ എന്ന് പറഞ്ഞു അല്ലേ. നല്ല പ്രഭാതം ടീച്ചർ എന്ന് പറഞ്ഞു, അധ്യാപിക എന്ന് പറഞ്ഞു. അധ്യാപിക സുപ്രഭാത് ബച്ചോ, आज हम चांद के बारे में कुछ बातचीत करते हैं. आप सबने चांद देखा है ना? आपने चांद की बहुत सी कविताएं भी ഗായി ഹെ. ഇതിൽ പറയുന്നത് ടീച്ചർ വന്നിട്ട് പറഞ്ഞു അല്ലേ, പ്രഭാത് കുട്ടികളെ എന്ന് പറഞ്ഞു. ഇന്ന് നമ്മൾ ചന്ദ്രനെ കുറിച്ചിട്ടാണ് ഇതിൽ സംസാരിക്കുന്നത് അല്ലേ. ആപ്പ് സബ്നെ ചാന്ദ് ദേക്കാ ഹെ നാ, നിങ്ങളെല്ലാവരും ചന്ദ്രനെ കണ്ടിട്ടില്ലേ? ആപ്പിനെ ചാന്ദ് കി ബഹുസി കവിതായും ബി ഗായി ഹെ. ചന്ദ്രനെ കുറിച്ചിട്ടുള്ള ഒരുപാട് കവിതകളും നമ്മൾ പാടിയിട്ടുണ്ട് അല്ലേ. ചന്ദ്രനെ കാണാത്തവരാരും ഉണ്ടാവില്ല അല്ലേ. സബി വിദ്യാർത്ഥി ജി ഹാം ഹംനെ ചാന്ദ് ദേക്കാ ഹെ. ചാന്ദ് കബി ദിക്കായി ദേത്താ ഹെ ഓർ കബി നഹീം ബി ദിക്താ. അപ്പോൾ എല്ലാ കുട്ടികളും കൂടി ഒരുമിച്ച് പറയണം. അതേ ടീച്ചറെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ചില നമ്മൾ ദിവസം കാണുന്നതല്ലേ. ചാന്ദ് കബി ദിക്കായി ദേത്താ ഹെ ഓർ കബി നഹീം ബി ദിക്താ. ചന്ദ്രനെ കാണണ്ടാവില്ല. ചില ദിവസം ചന്ദ്രനെ കാണും, ചില ദിവസം കാണുന്നുണ്ടാവില്ല അല്ലേ. അധ്യാപിക അച്ഛാ ऐसा क्यों होता है कि चांद कभी दिखता है और कभी नहीं दिखता. അപ്പോൾ അധ്യാപിക ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ ചില ദിവസം ചന്ദ്രനെ കാണുന്നതും കാണാതിരിക്കുന്നതും എന്തുകൊണ്ടാണെന്ന് കുട്ടികളോട് ചോദിക്കുകയാണ്. ഏക് വിദ്യാർത്ഥി അധ്യാപിക ജി ചാന്ദ് കാ മൻ ഹേ വഹ് ദിക്കേ നാ ദിക്കേ. അല്ലേ, ഒരു കുട്ടി പറയാണ് എന്താണ്, അത് ചന്ദ്രൻ്റെ ഇഷ്ടമാണ് അല്ലേ. കാണുന്നതും കാണാതിരിക്കുന്നതൊക്കെ ചന്ദ്രനെ ഇഷ്ടമാണ്. നമ്മൾ ഒരാളെ കാണുന്നതും കാണാതിരിക്കുന്നതൊക്കെ നമ്മുടെ ഇഷ്ടമാണെന്ന് പറയാണ്. ദൂസരി വിദ്യാർത്ഥി വഹ് ബാദലോं के साथ छुपन छुपाई खेलता होगा. छुपन छुपाई കളി നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് അല്ലേ. മറ്റൊരു കുട്ടി പറയാണ്, വിദ്യാർത്ഥി പറയാണ് എന്താണ്, മേഘങ്ങളുടെ കൂടെ ഒളിച്ചു കളിക്കുകയായിരിക്കും എന്ന് പറയാണ്. തീസരി വിദ്യാർത്ഥി മേരാ തോ ബഹുത് മൻ കർത്താ ഹൈ കി മേ ചാന്ദ് പർ ജാഊ. മൂന്നാമത്തെ വിദ്യാർത്ഥി എന്താ പറയുന്നത്? പെഹല ദൂസര തീസറ എന്നൊക്കെ കേട്ടില്ലേ. അപ്പോൾ മൂന്നാമത്തെ വിദ്യാർത്ഥി പറയാണ്, എന്താ പറയുന്നത്, എൻ്റെ മനസ്സ് തോന്നുന്നത് എന്താണ്, ചന്ദ്രനിൽ പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയാണ്. അധ്യാപിക ക്യാ ഹം ചാന്ദ് പർ ജാ സക്തേ ഹേ. അധ്യാപിക ചോദിക്കുകയാണ്, നമുക്ക് ചന്ദ്രനിൽ പോകാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണ്. സബി വിദ്യാർത്ഥി ജി ഹാം, അതേന്ന് എല്ലാ കുട്ടികളും കൂടി ഒരുമിച്ച് പറയണം. എല്ലാ വിദ്യാർത്ഥികളും കൂടി ഒരുമിച്ച് പറയുന്നു അല്ലേ. ഇതാണ് നമ്മൾ ആദ്യത്തെ പേജിൽ കാണുന്നത്. അടുത്ത പേജിലായിട്ട് എന്താ വരുന്നത്? അടുത്ത പേജ് ഒരു റോക്കറ്റിന്റെ പിക്ചർ കാണുന്നുണ്ടല്ലേ. അധ്യാപിക കേസേ. അപ്പോൾ ചന്ദ്രനിൽ പോകാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ കുട്ടികൾ. എങ്ങനെയാ, എല്ലാവർക്കും നമുക്ക് പോകാൻ കഴിയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ടീച്ചർ അല്ലേ. അപ്പോൾ എല്ലാ കുട്ടികളും പോകാൻ കഴിയുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അധ്യാപിക ചോദിക്കുകയാണ്, എത്തരത്തിലാണ്, എങ്ങനെയാണ് നമ്മൾ ചന്ദ്രനിൽ പോകുക എന്ന് ചോദിക്കുകയാണ്. സബി വിദ്യാർത്ഥി റോക്കറ്റ് സേ. എങ്ങനെയാ പറയുന്നത്, എങ്ങനെ പോകാമെന്ന കുട്ടികൾ പറയുന്നത് അതിൽ എഴുതിയിരിക്കുന്നുണ്ടോ, റാക്കറ്റ് കണ്ടോ. അതായത് അന്യഭാഷാ പദങ്ങൾക്കാണ് ഈ ചന്ദ്രക്കല ഇട്ട് എഴുതുന്ന രീതി അല്ലേ. അപ്പൊ എന്താ പറയുന്നത്, റാക്കറ്റ്, റോക്കറ്റിലാണ് നമ്മൾ പോകുന്നത് പറയാണ്. അധ്യാപിക ठीक है, अब यह बताओ कि क्या कोई रॉकेट अभी तक चांद पर गया है. അപ്പോൾ അധ്യാപിക പറയാണ്, ശരി, ഇന്നേ വരെ ഏതെങ്കിലും റോക്കറ്റ് ചന്ദ്രനിൽ പോയതായിട്ട് നിങ്ങൾക്ക് അറിയുമോ എന്ന് പറയാണ്. നിങ്ങൾക്ക് പറയാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണ്. സബി വിദ്യാർത്ഥി ഹാ ഹാ ഗയാ ഹെ ഏക് നഹി കൈ ഗയേ ഹെ. അപ്പൊ എല്ലാ കുട്ടികളും കൂടി പറയാണ്, പോയിട്ടുണ്ട്, ഒന്നല്ല ഒരുപാട് റോക്കറ്റുകൾ പോയിട്ടുണ്ടെന്ന് പറയാണ്. അധ്യാപിക അച്ഛാ കോൺസാ റോക്കറ്റ്. അപ്പൊ അധ്യാപിക ചോദിക്കുകയാണ്, ഏത് റോക്കറ്റാണ് അങ്ങനെ പോയിട്ടുള്ളതെന്ന് ചോദിക്കുകയാണ്. സബി വിദ്യാർത്ഥി ചന്ദ്രയാൻ ഏക് ദോ തീൻ, അല്ലെ 3 എണ്ണം പോയതായിട്ട് പറയുന്നുണ്ടല്ലേ കുട്ടികൾ. ഏതാണ് ചന്ദ്രയാൻ 1 2 3 അല്ലെ 1 2 3 3 എണ്ണം പോയതല്ലേ. അധ്യാപിക ഷാബാഷ് ആപ്കോ ചന്ദ്രയാനോ കെ ബാരെ മേം തോ പതാ ഹെ. അപ്പോൾ അധ്യാപിക പറയാണ്, ഷാബാഷ് എന്ന് പറഞ്ഞിട്ട്
കുട്ടികളെ അഭിനന്ദിക്കുകയാണ് അല്ലേ, പ്രശംസിക്കുകയാണ്. ആപ്കോ ചന്ദ്രയാനോക്ക് ബാരമേ പതാഹെ. അപ്പോൾ പറയാണ്, ടീച്ചർ പറയാണ് അതെ വളരെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ ടീച്ചർ ഷാബാഷ് എന്ന് പറഞ്ഞിട്ട് അഭിനന്ദിക്കുകയാണല്ലേ, അവരെ പ്രശംസിക്കുകയാണ്. എന്നിട്ട് പറയാണ് എന്താണ്, നിങ്ങൾക്ക് ചന്ദ്രയാനെ കുറിച്ചിട്ട് നന്നായിട്ട് അറിയാമെന്ന് പറയാണ്. ഹമാരെ വൈജ്ഞാനികോനെ, ഇത് ജ്ഞാന്ന് നമ്മൾ ഉച്ചരിക്കുക കേട്ടോ. ഹിന്ദിക്കാരെ എങ്ങനെ ഉച്ചരിക്കുക? ജ്ഞാന്നല്ല, എന്താണ്? ജ്ഞാന്നാണ് ഉച്ചരിക്കുക. ഹമാരെ വൈജ്ഞാനികോനെ ചന്ദ്രയാൻ 3 को चांद के दक्षिण ऊपर उतारा है. ऐसा करने वाला भारत पहला देश है. നമ്മുടെ ആ ശാസ്ത്രജ്ഞന്മാർ എന്ത് ചെയ്തു, സയൻറ്റിസ്റ്റുകൾ എന്ത് ചെയ്തു, ചന്ദ്രയാൻ 3 അല്ലെ 1 2 3 മൂന്നെണ്ണം ഉണ്ട് അല്ലേ. അതിൽ ഏതാണ് ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയത്? 1 ആണോ 2 ആണോ 3 ആണോ? ഏതാണ്? ചന്ദ്രയാൻ 3 ആണല്ലേ, 3 ആണ് ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയത് അല്ലേ. ഏസാ കർണേ വാല ഭാരത് പെഹ്ല ദേശ് ഹെ. അത്തരത്തിൽ പോയ ആദ്യത്തെ ദേശമാണ് ഏത്? നമ്മുടെ ദേശം അല്ലേ, ഭാരത് അല്ലേ. ഹം സബ്കേലി ഗൗരവ്ക്ക് ബാത്. ഇതെന്താണ്, നമുക്ക് വളരെ അഭിമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. ഏക വിദ്യാർത്ഥി ഏഹ് ദക്ഷിണ ധ്രുവ ക്യാ ഹെ. അപ്പോൾ മറ്റൊരു വിദ്യാർത്ഥി ചോദിക്കുകയാണ് ഈ ദക്ഷിണ ധ്രുവം എന്താണെന്ന് ചോദിക്കുകയാണ്. അധ്യാപിക ജैसे दक्षिण दिशा में धरती दक्षिण ध्रुव है वैसे ही चंद्रमा का भी दक्षिण ध्रुव है. അപ്പോൾ ടീച്ചർ പറയാണ് എന്താണ്, കുട്ടി സംശയം ചോദിച്ചു അല്ലേ. അപ്പോൾ ടീച്ചർ പറയാം ദക്ഷിണ ദിശയിൽ, ദക്ഷിണ ദിക്കിൽ നമ്മൾ പറയില്ലേ ഉത്തർ ദക്ഷിൺ പൂർവ്വ പശ്ചിം അല്ലേ, 4 ദിക്കുകളുണ്ട് അല്ലേ. നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് അല്ലേ. അതിലേതാണ് പൂർവ്വ കിഴക്ക് പശ്ചിം പടിഞ്ഞാറ്, ഉത്തര ഏതാണ് വടക്ക് ദക്ഷിൺ തെക്ക്. ഇവിടെ ദക്ഷിണ ധ്രുവത്തെ കുറിച്ച് പറയുന്നത് അല്ലേ. ചന്ദ്രമ ആ ചന്ദ്രന്റെ ഏതാണ് ദക്ഷിണ ദിക്കിലാണ്. ഏത് ദിക്കിലാണ്? തെക്ക് ദിക്കിലാണ്. ആരിറങ്ങിയത്? ഈ ചന്ദ്രയാൻ ഇറക്കിയത് അല്ലേ. दक्षिण दिशा में धरती का दक्षिण ध्रुव है वैसे ही चंद्रमा का भी दक्षिण ध्रुव है. ചന്ദ്രനിലും ആ ദക്ഷിണ ദിക്കുണ്ടെന്ന് പറയാണ്. കഠിന പരിസ്ഥിതിക്ക് കാരണം വഹാം കോയി ബി യാൻ ഉത്താർന മുഷ്കിൽ ഹെ. കഠിനമായിട്ടുള്ള പരിസ്ഥിതി കാരണമുണ്ട് അല്ലേ. അവിടെയുള്ള അന്തരീക്ഷം വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. അതുകൊണ്ട് അവിടെ ഒരു വാഹനം ഇറക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല, വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ. മുഷ്കിൽ ഹെ. പർ ഹമാരെ വൈജ്ഞാനികോനെ ഏക് ഗൗരവപൂർണ്ണ കാര്യം കർ ലിയ ഹെ. പക്ഷെ എന്താണ്, നമ്മുടെ ആ ശാസ്ത്രജ്ഞന്മാർ സയൻറ്റിസ്റ്റുകൾ എന്താണ്, ആ ഗൗരവമുള്ള കാര്യവും അവർ നിർവഹിച്ചു എന്ന് പറയാണ്, അവർ ചെയ്തു എന്ന് പറയാണ്. ആജ് കി ഹമാരി ബാത്ചീത് ഇസി ചന്ദ്രയാൻ കെ ബാരെ മേ ഹെ. ഇന്ന് നമ്മുടെ സംഭാഷണം അല്ലേ, കുട്ടികളും ടീച്ചറുമായിട്ടുള്ള സംഭാഷണം എന്തിനെ കുറിച്ചിട്ടാണ്? ആ ചന്ദ്രയാനെ കുറിച്ചിട്ടാണെന്ന് പറയണം. അതാണ് ഈ പാഠത്തിൻ്റെ ഹെഡിങ് ആയിട്ട് വരുന്നത് കേട്ടോ. हमारे देश के वैज्ञानिक चांद पर रॉकेट भेजकर एक पता लगाने का प्रयत्न कर रहे हैं कि चांद पर क्या क्या है. നമ്മുടെ ദേശത്തിലുള്ള സയൻറ്റിസ്റ്റുകൾ ശാസ്ത്രജ്ഞന്മാർ എന്ത് ചെയ്തു? ചന്ദ്രനിലെ റോക്കറ്റ് അയച്ചിട്ട് ഈ കാര്യങ്ങളാണ് കണ്ടുപിടിച്ചതെന്ന് പറയാണ്. ഇത് കണ്ടുപിടിക്കാനാണ് പ്രയത്നിച്ചത്. എന്ത് കാര്യമാണ്? ചന്ദ്രനിൽ എന്തൊക്കെയാണുള്ളത് എന്നാണ് കണ്ടുപിടിച്ചത് അല്ലേ. കൊച്ചു വിദ്യാർത്ഥി ഹമാരാ ഭി മൻ കർത്താ ഹേ കി ഹം ഭി ചാന്ദ് പർ ജാക്കർ വഹാം കെ ബാരെ മേ ജാനെ. അപ്പോൾ കുറച്ച് വിദ്യാർത്ഥികൾ പറയാണ് ഞങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് എന്താണ്, ചന്ദ്രനിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കുണ്ടെന്ന് പറയാണ്. अध्यापिका हाँ हाँ क्यों नहीं, अच्छा यह बताएं कि वैज्ञानिकों को चांद पर क्या क्या मिला होगा. അപ്പോൾ ടീച്ചർ പറയാണ് ശരി ശരിയാ, നല്ല കാര്യമാണ്, എന്തുകൊണ്ട് നിങ്ങൾക്കും പോകാൻ പറ്റാതിരിക്കുന്നത്, നിങ്ങൾക്ക് പോകാൻ പറ്റുമെന്ന് പറയാണ്. അച്ഛാ ഇഹ് ബത്തായെങ്കിൽ, ശരി നിങ്ങളിത് പറയുന്നു, ഇതിൻ്റെ ആൻസർ പറയാൻ പറയാണ്. ചന്ദ്രനിൽ എന്തൊക്കെയാണ് അവർക്ക് പോയിട്ട് കിട്ടിയതെന്ന് ചോദിക്കുകയാണ്. സയൻറ്റിസ്റ്റ് ചന്ദ്രനിൽ പോയില്ലേ, ആ ചന്ദ്രയാനിൽ പോയില്ലേ, എന്നിട്ട് അവർക്ക് എന്തൊക്കെ അവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുകയാണ്. ശാസ്ത്രജ്ഞന്മാർക്ക് എന്തൊക്കെയാണ് അവിടെ നിന്ന് കിട്ടിയതെന്ന് ചോദിക്കുകയാണ്. അതിൽ പിക്ചറിൽ കാണുന്നുണ്ടല്ലേ, ചന്ദ്രയാൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ട് ഇത്രയാണ് ആ പേജിൽ കാണുന്നത് അല്ലേ. അടുത്ത പേജിൽ നോക്കി നോക്കൂ, മണ്ണും വെള്ളവും. കൊച്ചു വിദ്യാർത്ഥി പാനി മിട്ടി. അടുത്ത പേജിൽ അതിന്റെ ആൻസർ ആണ് കുട്ടികൾ പറയുന്നത് അല്ലെ. എന്തൊക്കെ കിട്ടിയത്? വെള്ളവും മണ്ണും കിട്ടി അല്ലേ. അധ്യാപിക ഏക്ദം സഹി, വളരെ ശരിയാണ് നിങ്ങൾ പറഞ്ഞതെന്ന് പറയാണ്. അബ് തോ ബഹുത് കുച്ച് ജാനത്തെ ഹെ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം അല്ലേ, കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം അല്ലേ. ആപ്കോ തോ പതാ ഹി ഹെ കി ചാന്ദ് ധർത്തി സെ ബഹുത് ദൂർ ഹെ, നിങ്ങൾക്ക് ഇതും അറിയുന്നുണ്ടാവൂലേ എന്ന് ചോദിക്കുകയാണ്. ചന്ദ്രൻ നിന്ന് ഒരുപാട് ദൂരെയാണ്. इसलिए वैज्ञानिकों ने चांद पर एक रॉकेट भेजा और जानने का प्रयास किया कि वहाँ क्या क्या है. അതുകൊണ്ട് തന്നെ ശാസ്ത്രജ്ഞന്മാർ എന്ത് ചെയ്തു? സയൻറ്റിസ്റ്റുകൾ ചന്ദ്രനിലെ ഒരു റോക്കറ്റ് അയച്ചു ആദ്യം. എന്നിട്ട് എന്ത് ചെയ്തു? ഓർ ജാനേക്ക് പ്രയാസ് ഈ കാര്യങ്ങൾ അറിയാനായിട്ട് ശ്രമിച്ചു എന്ന് പറയാണ്. വഹാ ക്യാ ക്യാ ഹെ, അവിടെ എന്തൊക്കെയാണുള്ളതെന്ന്. ഉन्होंने इसे ചന്ദ്രയാൻ മിഷൻ നാം ദിയ,
അതിനെന്ത് പേരാണ് അവർ കൊടുത്തത്? ചന്ദ്രയാൻ മിഷൻ എന്നുള്ള പേരാണ് നൽകിയത്. ചന്ദ്രയാൻ ने चांद के चारों ओर ചക്കർ ലഗായ और एक पता लगाया कि चांद पर पानी है. എന്നിട്ട് എന്ത് ചെയ്തു? ആ ചന്ദ്രയാന്റെ ആ മിഷന്റെ ഭാഗമായിട്ടുള്ള ആ ചന്ദ്രയാൻ പോയിട്ട് എന്ത് ചെയ്തു? ചന്ദ്രന്റെ 4 പാടും കറങ്ങി തിരിഞ്ഞുകൊണ്ട് എന്ത് കണ്ടുപിടിച്ചു? ചന്ദ്രനില് വെള്ളമുണ്ടെന്ന് കണ്ടുപിടിച്ചു അല്ലേ? കണ്ടോ? അതില് പിക്ചറിൽ കാണാനുണ്ട് അല്ലേ? അതില് വെള്ളമൊക്കെ കാണാനുണ്ട്. एक विद्यार्थी वैज्ञानिकों को इतनी दूर जाकर पानी का पता लगाने की क्या आवश्यकता थी. ഒരു വിദ്യാർത്ഥിയുടെ സംശയം കൊണ്ട് എന്താ ചോദിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് സയന്റിസ്റ്റുകൾ ഇത്ര ദൂരെ പോയിട്ട് വെള്ളത്തെക്കുറിച്ച് അറിയാനായിട്ട് എന്താവശ്യമായിരുന്നു എന്ന് ചോദിക്കുകയാണ്. ഹമാരെ ഘർ കെ ആസ്പാസ് പാനി സേ ഭരെ 3-4 പോക്കർ ഹേ. നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ അരികിലായിട്ട് ഒരുപാട് വെള്ളം നിറഞ്ഞിട്ടുള്ള കുളങ്ങളും പൊയ്കളൊക്കെ ഉണ്ട് അല്ലേ? വെള്ളം കിട്ടുന്ന ഒരുപാട് നദികളും പുഴകളും ഒക്കെ ഉണ്ടല്ലേ? എല്ലാം ഉള്ളതാണ്. അപ്പൊ എന്തിനാണ് അവിടെ പോയതെന്ന് ചോദിക്കുകയാണ്. പോക്കർ എന്ന് വെച്ചാൽ കുളം പോയതാന്നൊക്കെ അർത്ഥമാണ് കേട്ടോ. एक अन्य विद्यार्थी वे पानी लेने नहीं वे तो चांद के रहस्यों का पता लगाने गए थे. അപ്പൊ മറ്റൊരു വിദ്യാർത്ഥി പറയാണ് എന്തിനാ പോയത്? ചന്ദ്രനിൽ വെള്ളം ഉണ്ടോന്ന് അറിയാനാണോ പോയത്? അല്ല അല്ലേ? എന്തിനാ പോയത്? അവിടെ എന്തൊക്കെ രഹസ്യങ്ങളാണുള്ളതെന്ന് കണ്ടുപിടിക്കാനാണ് പോയത്. അധ്യാപിക ഹാ ബിൽക്കുൽ ഠീക് കഹാ. അപ്പൊ അധ്യാപിക പറയാണ് അതെ നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. എക് രഹസ്യ ജാനേക്ക് ബാദ് വൈജ്ഞാനികോ കി ജിജ്ഞാസ ഓർ ബഡി. ഈ രഹസ്യം കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് രഹസ്യം കണ്ടുപിടിച്ചപ്പോൾ വെള്ളം ഉണ്ട് എന്നുള്ളത് അല്ലേ? വൈജ്ഞാനികരുടെ ജിജ്ഞാസ ഒന്നുകൂടി വർദ്ധിച്ചു. ഉन्होंने फिर से റോക്കറ്റ് भेजने യോജന ബനായി. പിന്നീട് അവരെന്ത് ചെയ്തു? റോക്കറ്റ് അയക്കാനായിട്ടുള്ള ആ പദ്ധതികൾ തയ്യാറാക്കി. ഇവിടെ ജിജ്ഞാസ എന്ന് വായിക്കൂട്ട എന്നുള്ളതിനെ. उन्होंने फिर से रॉकेट भेजने की योजना बनाई और उन्होंने दूसरा रॉकेट भेजा और इसे चंद्रयान 2 का नाम दिया. എന്നിട്ട് എന്താ ചെയ്തത്? റോക്കറ്റ് അയക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കി. അങ്ങനെ അവര് രണ്ടാമത്തെ റോക്കറ്റ് അവിടേക്ക് അയച്ചു. അതിനെന്ത് പേരാ അവര് നൽകിയത്? ചന്ദ്രയാൻ 2 അല്ലെ? 2 അല്ലേ? നാമമാണ് പേരാണ് നൽകിയത്. പർവഹ് കുച്ച് ഗരാബിക്ക് കാരണം ചാന്ദ് പർ ഉത്തർ നഹീ പായ. പക്ഷെ എന്താ ഉണ്ടായത്? അവിടെ ഇറങ്ങാൻ കഴിഞ്ഞോ? എന്തോ തടസ്സങ്ങൾ കൊണ്ട് എന്താണ് ആ ചന്ദ്രനില് ഇറങ്ങാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. വൈജ്ഞാനികോനെ ഹാർ നഹിമാനി. വൈജ്ഞാനികര് ശാസ്ത്രജ്ഞന്മാര് എന്താണ് പരാജയപ്പെട്ടോ? അവര് തോൽവി അംഗീകരിച്ചോ? തോറ്റു പിന്മാറിയോ? ഇല്ല. വേത്തോ ഫിർസെ അപ്പനെ കാര്യമേ ജുഡ്ഗയെ. അവര് വീണ്ടും തങ്ങളുടെ കാര്യത്തിൽ മുഴുകി അല്ലേ? ഓർ ഉൻക പരിശ്രമം രംഗിലായ. എന്നിട്ട് എന്താണ് അവരുടെ പരിശ്രമം വിജയിക്കുക തന്നെ ചെയ്തു. ഇസ് ബാർ ചന്ദ്രയാൻ 3 ചന്ദ്രയാൻ 3 ചാന്ദ് പർ പഹുഞ്ച് ഗയ്. ഇപ്രാവശ്യം എന്താണ്? ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ എത്തിച്ചേർന്നു. ആപ്പ് സബ്നെ ടി വി പർ ദേഖാ ഹോഗ. നിങ്ങൾ ടി വിയിൽ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. एक विद्यार्थी मैं टीवी पर तो नहीं देख पाई थी पर मैंने റേഡിയോ पर सुना था. അപ്പൊ മറ്റൊരു വിദ്യാർത്ഥി പറയാണ് ഇല്ല ഞാൻ ടി വിയിൽ കണ്ടിരുന്നില്ല പക്ഷെ എവിടെ കേട്ടിരുന്നു? റേഡിയോയിൽ കേട്ടിരുന്നു എന്ന് പറയാണ്. एक अन्य विद्यार्थी और प्रधान अध्यापिका ने भी तो सुनाया था. മറ്റൊരു വിദ്യാർത്ഥി പറയാണ് പ്രിൻസിപ്പളും ഇതിനെ കുറിച്ചിട്ട് പറഞ്ഞിരുന്നു എന്ന് പറയാണ്. ഇത്രയാണ് നമ്മൾ ആ പേജിൽ കാണുന്നത് അല്ലേ? ഇനി അടുത്ത പേജിലായിട്ട് നമ്മൾ എന്താ കാണുന്നത്? അധ്യാപിക तो देखा आपने अपने देश के वैज्ञानिकों के परिश्रम का फल. അപ്പോൾ അധ്യാപിക പറയാണ് നിങ്ങൾ കണ്ടുവോ നമ്മുടെ ദേശത്തുള്ള ആ ശാസ്ത്രജ്ഞന്മാരുടെ പരിശ്രമത്തിന്റെ ഫലം എന്താണെന്ന് നിങ്ങൾ കണ്ടുവോ എന്ന് ചോദിക്കുകയാണ്. एक विद्यार्थी अब चांद पर क्या चल रहा है. അപ്പോൾ മറ്റൊരു വിദ്യാർത്ഥി ചോദിക്കുകയാണ് ഇപ്പൊ ചന്ദ്രനിൽ എന്താണ് നടക്കുന്നത് ചോദിക്കുകയാണ്. അധ്യാപിക ബഹുത് അച്ഛാ പ്രശ്ന ഷാബാഷ്. അപ്പോൾ അധ്യാപിക പറയാണ് വളരെ നല്ല ചോദ്യമാണിത്. എന്നിട്ട് ആ കുട്ടിയെ അഭിനന്ദിക്കുകയാണ് അല്ലേ? ഷാബാഷ് എന്ന് പറഞ്ഞിട്ട്. ആപ്കോ പതാ ഹെ ജോ മെഷീൻ ചാന്ദ് പർ ഉത്തരി ഹെ ഉസ്കാ നാം വിക്രം ലാൻഡർ ഹെ. എന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഇക്കാര്യം അറിയുമെന്ന് ചോദിക്കുകയാണ്. ഒരു മെഷീൻ ചന്ദ്രനിൽ ഇറങ്ങിയിരുന്നു അതിന്റെ പേരെന്താണ്? വിക്രം ലാൻഡർ എന്നാണെന്ന് നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിക്കുകയാണ്. എഹ് ലാൻഡർ അപ്നെ സാത്ത് എക് അന്യ മെഷീൻ ലേക്കർ ഗയാ ഹെ ജിസ്കാ നാം പ്രഗ്യാൻ ഹെ. ആ ലാൻഡർ എന്ത് ചെയ്തു? അതിന്റെ കൂടെ മറ്റൊരു മെഷീനും കൊണ്ടുപോയിരുന്നു. അതിന്റെ പേരാണ് എന്താണ്? പ്രജ്ഞാൻ എന്ന് പറയുന്നത് കേട്ടോ. വിക്രം ലാൻഡർ പോയിരുന്നു അതിന്റെ കൂടെ കൊണ്ടുപോയിരുന്നതാണ് എന്താണ്? പ്രഗ്യാൻ എന്ന് പറയുന്നത് കേട്ടോ. യഹി പ്രഗ്യാൻ ചാന്ദ് പർ घूम घूम कर एक पता लगा रहा है कि चांद की मिट्टी पृथ्वी जैसी है या नहीं. എന്നിട്ട് എന്താ ചെയ്തത്? ആ പ്രഗ്യാൻ പോയിട്ട് എന്ത് ചെയ്തു? ചന്ദ്രനിൽ എല്ലായിടത്തും കറങ്ങി തിരിഞ്ഞുകൊണ്ട് എന്ത് കണ്ടുപിടിച്ചു? എന്താ കണ്ടുപിടിച്ചത് പ്രഗ്യാൻ? ആ ചന്ദ്രനിലെ മിട്ടി മണ്ണ് എത്തരത്തിലുള്ളതാണ്, ഭൂമിയിലേതുപോലെയാണോ എന്നുള്ള കാര്യമാണ് അവർ കണ്ടുപിടിച്ചതെന്ന്. ചാന്ദ് പർ രഹ്ന സംഭവ് ഹേ യാ നഹീം.
അവിടെ ജീവിക്കുന്നത് അല്ലേ? ഭൂമിയിൽ ജീവിക്കണ പോലെ ചന്ദ്രനിൽ താമസിക്കാൻ പറ്റുമോ എന്നാണ് അത് കണ്ടുപിടിച്ചതെന്ന് പറയാണ്. അവിടെ ജീവിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന്. ഏക്ക് വിദ്യാർത്ഥി ഏതോ ഹമേ പതാഹി നഹിന്ദ. അപ്പം മറ്റൊരു വിദ്യാർത്ഥി പറയാണ്, എന്താ പറയുന്നത്? ഒരു വിദ്യാർത്ഥി പറയുന്നത്, ഇതിനെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ആശ്ചര്യത്തെ വളരെ ആശ്ചര്യത്തോട് കൂടിയിട്ടാണ് ആ കുട്ടി പറയുന്നത്. അധ്യാപിക तो देखा आपने लगातार प्रयास करने से कठिन काम भी സഫല ഹോത്താഹി. അപ്പം അധ്യാപിക പറയാണ്, നിങ്ങൾ ഇതിൽ നിന്ന് എന്താണ് കാണുന്നത്? നിരന്തരമായിട്ട് പരിശ്രമിച്ചാൽ കഠിനമായിട്ടുള്ള പ്രവൃത്തികൾ പോലും വിജയം നേടുമെന്നാണ് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കുന്ന പാഠല്ലേ? അല്ലേ? നിരന്തരമായിട്ട് ശ്രമിച്ചാൽ നടക്കാത്ത കാര്യങ്ങൾ കൂടി സഫലമായി തീരുന്ന അധ്യാപിക പറയാണ്. വിദ്യാർത്ഥി ഹം സബോ ചന്ദവാല ഗാനഗായം. വിദ്യാർത്ഥി പറയാണ്, നമുക്ക് ആ ചന്ദ്രനെ കുറിച്ചുള്ള ആ പാട്ട് പാടാം എന്ന് പറയാണ്. അധ്യാപിക ആവോ സബ് മിൽക്കർ ഗാത്തെ ഹെ. വരൂ നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ആ പാട്ട് പാടാന്ന് പറയാണ്. ചന്ദാ കെ ഗാവ് മേ താരോं की छाव में हम सैर करने जाएंगे, हम सैर करने जाएंगे, हम कैसे जाएंगे, हम कैसे जाएंगे, हम चंद्रयान से जाएंगे, चंद्रयान से जाएंगे. എന്താ കുട്ടികൾ പാടുന്നത്? ആ ചന്ദ്രന്റെ ഒരു കവിത ചൊല്ലിയാണല്ലേ ചന്ദ്രന്റെ ആ ഗ്രാമത്തിലേക്ക്, ആ നക്ഷത്രങ്ങൾ നിറഞ്ഞിട്ടുള്ള ആ തണ്ടിലേക്ക് നമുക്ക് സഞ്ചരിക്കാനായിട്ട് യാത്ര ചെയ്യാൻ പോവാന്ന് പറയുന്നത്. അത് എങ്ങനെ പോകുന്ന പറയുന്നത്? ചന്ദ്രയാനിൽ പോകുന്നാണ് പറയുന്നത്. അങ്ങനെ നല്ലൊരു കഥയാണല്ലേ. എന്താ കവിത ചൊല്ലുന്നത്? चंदा के गाँव में तारों की छाव में हम सैर करने जाएंगे, हम सैर करने जाएंगे, हम कैसे जाएंगे, हम कैसे जाएंगे, हम चंद्रयान से जाएंगे, हम चंद्रयान से जाएंगे. അതെ ഉണ്ടോ? ആ പിക്ചറിൽ കാണുന്നുണ്ടല്ലേ കുട്ടികള്? ആ ചന്ദ്രയാനിൽ പോകുന്നതൊക്കെ, ആ റോക്കറ്റിൽ പോകുന്നതൊക്കെ പിക്ചറിൽ കാണുന്നുണ്ടല്ലേ? നല്ലൊരു കഥയല്ലേ? നമുക്ക് നമ്മുടെ രാജ്യത്തെ കുറിച്ചിട്ടും ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു അല്ലേ?